Hello guys, Assalamu alaikum. welcome back to our channel. മലബാർ കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാൽക്കോവയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലോണം പൊടിയായ പൊടിച്ച പഞ്ചസാര തന്നെ വേണം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ഡ്രൈ ആയ ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നന്നായി അരിച്ച മൈദ വേണം നമുക്കിതിന് വേണ്ടത്, അല്ലാതെ കട്ട പിടിച്ചു. അതുകൊണ്ട് നന്നായി അരിച്ച് പൊടി പോലെ ആയതിനു ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഇപ്പോൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നന്നായി അരിച്ചെടുക്കുകയാണെങ്കിൽ എത്രത്തോളം അരിക്കുന്നു അത്രത്തോളം നമ്മളെ ഇത് ശരിയായി വരും. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ്. പിന്നെ ഗീയുമാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്ന് നമുക്ക് 1 സ്പൂണ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഗീ ഒഴിച്ചെടുക്കാം. ഈ ഗീ നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം. ഇത് നന്നായി ചൂടായി വരണം, അപ്പാണ് നമ്മളെ ഇത് ശരിയാകാൻ. ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ നേരത്തെ നന്നായി അരിച്ചു വെച്ച മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ ഗീയും മൈദയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതെ സൂക്ഷിക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കും വേണം. കൈ ഇളക്കാതെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 ടേബിൾ സ്പൂൺ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ഇത് മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് തണിയാനായി വെക്കാം. ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച പഞ്ചസാര പൊടിച്ചത് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. സ്പൂണിനെ കൊണ്ടൊന്ന് മിക്സ് ചെയ്യരുത്, കൈനെ കൊണ്ടന്നെ മിക്സ് ചെയ്യണം. കൈനെ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ വെച്ച് പാൽപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ച് അതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പം നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കാൻ പാടില്ല. അപ്പം നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ കട്ട് ചെയ്യാം. ഇത് നമ്മൾ മെല്ലെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ പാൽക്കോവ പൊടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പം നല്ല ശക്തിയിൽ മുറിച്ചുകൊണ്ടാന്ന് തോന്നുന്നു നമ്മളെ പൊടി പോലെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മുറിക്കുമ്പോൾ അത് സൂക്ഷിക്കണം, മെല്ലനെ കട്ട് ചെയ്യാൻ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന പോലെ നല്ല ചെറുങ്ങനെ ക്യൂബ്സ് പോലെ ആക്കിയിട്ട് മുറിക്കാം. നമ്മളിപ്പോൾ വേറെ ഷേപ്പിലാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പാൽക്കട്ട ഇതാ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് വളരെ രസമാണ്, തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.